വാളയാർ കേസിൽ വിചാരണ കോടതി വിധി റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതി വിധിന്യായത്തിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നിരിക്കുകയാണ്. കേസിന്റെ അന്വേഷണത്തിൽ പോലീസിനും പ്രോസിക്യൂട്ടർക്കും വിചാരണ കോടതിക്കും വീഴ്ച പറ്റിയെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. കേസിലെ ആദ്യ അന്വേഷണം വെറുപ്പുളവാക്കുന്നതാണ്. പൊട്ടിത്തെറിച്ചാണ് ഹൈക്കോടതിയുടെ വിധിന്യായത്തിലെ പരാമർശങ്ങൾ. തെളിവുകൾ വേണ്ട രീതിയിൽ പരിശോധിച്ചില്ല. രാഷ്ട്രീയ ഇഷ്ടക്കാർക്ക് തൊഴിൽ കൊടുക്കാനുള്ള സ്ഥാനമല്ല പ്രോസിക്യൂട്ടർ പദവിയെന്നും സർക്കാരിന് ഹൈക്കോടതിയുടെ ശകാരമുണ്ട്. ബിനിൽ ചേരുകയാണ് വിധിന്യായത്തിന്റെ വിവരങ്ങളുമായി. ബിനിൽ, എന്തൊക്കെയാണ് വിധിന്യായത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ? വാളയാർ കേസിൽ 89 പേജുള്ള വിധിന്യായമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചത്. ആ വിധിന്യായമാണ് ഇപ്പോൾ നമ്മൾ ആ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഹൈക്കോടതി ഈ വിധിന്യായത്തിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ്. അതിലേറ്റവും പ്രധാനം, ഈ കേസ് അന്വേഷിച്ച ആദ്യത്തെ പോലീസ് സംഘം മുതൽ ഈ കേസിൽ വിധി പറഞ്ഞ കോടതിക്കെതിരെ വരെ ശക്തമായ വിമർശനങ്ങളും മുന്നറിയിപ്പുമാണ് ഹൈക്കോടതിയുടെ ഈ വിധിന്യായത്തിലുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കേസിന്റെ ആദ്യ അന്വേഷണം നടത്തിയ പോലീസിന്റെ അന്വേഷണ രീതി വെറുപ്പുളവാക്കുന്നതാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ കടുത്ത പ്രയോഗങ്ങളാണ് ഈ വിധിന്യായത്തിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ടത്തിലാണ് ഡിവൈഎസ്പി ഇന്നത്തെ SP ആയിട്ടുള്ള MJ സോജൻ വരുന്നത്. MJ സോജന്റെ പ്രവർത്തനങ്ങൾ താരതമ്യേന മെച്ചപ്പെട്ടതാണ് എന്ന ഒരു വിലയിരുത്തലും കോടതി നടത്തിയിട്ടുണ്ട്. പക്ഷേ MJ സോജന്റെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ അന്വേഷണത്തിൽ പക്ഷേ ഈ കേസിലെ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യവും കോടതി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോടതി എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ഈ കേസിലെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചാണ്. പ്രോസിക്യൂട്ടർ സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം അത് പൂർണ്ണമായും ഹൈക്കോടതി ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കേസിലെ തെളിവുകൾ കൃത്യമായി കോടതിക്ക് മുൻപാകെ എത്തിക്കാൻ പ്രോസിക്യൂട്ടർക്ക് കഴിഞ്ഞില്ല എന്ന് കോടതി ഈ വിധിന്യായത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂട്ടർ നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ചില ഓർമ്മപ്പെടുത്തലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ താല്പര്യക്കാർക്ക് അവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഇടമല്ല സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള നിയമനങ്ങളുടെ കാര്യത്തിൽ മെറിറ്റാണ് നോക്കേണ്ടത് എന്ന കാര്യവും കോടതി ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതികളിലടക്കമുള്ള രാഷ്ട്രീയ നിയമനങ്ങൾക്കെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഈ വിധിന്യായത്തിലുള്ളത്. അതോടൊപ്പം തന്നെ കോടതി എടുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള പ്രോസിക്യൂഷൻ നിയമനങ്ങളിൽ പ്രോസിക്യൂട്ടറുടെ നിയമനങ്ങളിൽ മെറിറ്റ് മാത്രമേ പരിഗണിക്കാവൂ എന്ന കാര്യം കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേസിൽ വിധി പറഞ്ഞ പാലക്കാട്ടെ പോക്സോ കോടതിക്കെതിരെയും വിമർശനങ്ങൾ കോടതി ഉത്തരവിലുണ്ട്. തെളിവുകൾ ശരിയാവിധം വിലയിരുത്താനോ വിശകലനം ചെയ്യാനോ കോടതിക്ക് കഴിഞ്ഞില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി ഈ ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ എന്തെല്ലാം തിരുത്തലുകളാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്? ഏത് രീതിയിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിർദ്ദേശമാണ് കോടതി നൽകുന്നത്? അതിൽ ഒരു കാര്യം നേരത്തെ വന്നത് പോക്സോ കോടതിയിലെ ജഡ്ജിമാർക്ക് പരിശീലനം നൽകണമെന്നാണ്. ഇതുൾപ്പെടെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്? വാളയാർ കേസിൽ പോക്സോ കോടതിയുടെ വിധി റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധിന്യായത്തിന്റെ പൂർണ്ണ രൂപമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ബിനിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേസുകളിൽ സത്യസന്ധവും കാര്യക്ഷമവുമായ അന്വേഷണത്തിനും വിചാരണയ്ക്കുമുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ദുർബല വിഭാഗങ്ങൾ, കുട്ടികൾ തുടങ്ങിയവരുടെ കേസുകളിൽ ജാഗ്രത വേണം. പ്രോസിക്യൂട്ടർ സമ്പൂർണ്ണ പരാജയമായിരുന്നു. തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന സർക്കാരിന്റെ വാദം കോടതി അംഗീകരിച്ചു. പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയം പാടില്ല എന്ന നിർദ്ദേശം നൽകുകയുണ്ടായി കോടതി. രാഷ്ട്രീയ ഇഷ്ടക്കാർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഇടമല്ല പ്രോസിക്യൂട്ടർ പദവി എന്ന ഗൗരവമായ വിമർശനവും കോടതി ഉന്നയിക്കുകയുണ്ടായി. വിധിന്യായത്തിലൂടെ കോടതി പൊട്ടിത്തെറിക്കുകയാണ്. വാളയാർ കേസിലെ ആദ്യ അന്വേഷണം, വാളയാർ SI നടത്തിയ ആദ്യ അന്വേഷണം വെറുപ്പുളവാക്കുന്നതാണ് എന്ന പരാമർശമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഇതുൾപ്പെടെ പല വിമർശനങ്ങളും വിധിന്യായത്തിൽ ഉണ്ട്. പുനർവിചാരണയ്ക്കാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. തുടരന്വേഷണം നടത്തുന്നതിലും എതിർപ്പില്ല. തുടരന്വേഷണം നടത്തുന്നതിന് വേണ്ടി സർക്കാരിന് പോക്സോ കോടതിയിൽ അപേക്ഷ നൽകാം. അങ്ങനെ തുടരന്വേഷണം നടത്താം എന്ന നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്.
വിചാരണ കോടതി ജഡ്ജിക്കും രൂക്ഷ വിമർശനമുണ്ട്. പോക്സോ കോടതി ജഡ്ജിക്കും രൂക്ഷ വിമർശനമുണ്ട്. തെളിവുകൾ വേണ്ട രീതിയിൽ പരിശോധിക്കാതെയായിരുന്നു ഉത്തരവ്. പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അന്വേഷണം തുടക്കത്തിൽ തന്നെ പാളി. ആകെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് അല്പമെങ്കിലും തൃപ്തി കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് രണ്ടാമത്തെ അന്വേഷണമാണ്. ഡിവൈഎസ്പി സോജന്റെ അന്വേഷണത്തിൽ മാത്രമാണ് എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വന്നതെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ഹൈക്കോടതി വിധിന്യായത്തിന്റെ മറ്റു വിവരങ്ങളുമായി ബിനിൽ തുടരുകയാണ് കൊച്ചിയിൽ. ബിനിൽ, എന്തെല്ലാം തിരുത്തൽ നിർദ്ദേശങ്ങളുണ്ട് വിധിന്യായത്തിൽ? നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലുള്ള നിർദ്ദേശങ്ങൾ കൂടി ഈ വിധിന്യായത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ 20-ാം തീയതിയാണ് ഇതിന്റെ തുടർ നടപടികൾ പാലക്കാട് പോക്സോ കോടതിയിൽ ഇനി നടക്കേണ്ടത്. 20-ാം തീയതി ഈ കേസിലെ മുഴുവൻ പ്രതികളും കോടതി മുമ്പാകെ ഹാജരാകണം. അതോടൊപ്പം തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ഈ ഉത്തരവിന്റെ പകർപ്പ് അയച്ചു കൊടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു എന്നതാണ്. അതിലൂടെ വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ, വാളയാർ കേസിൽ സംഭവിച്ചതുപോലുള്ള വീഴ്ചകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ അന്വേഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും പ്രോസിക്യൂഷന്റെ കാര്യത്തിലാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലുള്ള കടുത്ത വിമർശനങ്ങൾ കൂടി ഈ വിധിന്യായത്തിന്റെ ഭാഗമായി കോടതി ചേർത്തിരിക്കുന്നത്. അത്രയ്ക്ക് രൂക്ഷമായ പദപ്രയോഗങ്ങൾ ഈ കോടതി വിധിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇക്കാര്യത്തിൽ ഒരു പുനർവിചാരണയിലേക്ക് തന്നെ പോയിരിക്കുന്നത്. കേസിലെ വിചാരണയിൽ പ്രതികളെ വെറുതെ വിട്ട നടപടി പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ട് കേസിൽ ഒരു പുനർവിചാരണ അത് അനിവാര്യമാണെന്ന് കോടതി കണ്ടെത്തിയത്. ഇതിന്റെ തുടക്കം മുതലുണ്ടായ വീഴ്ചകൾ അത് എണ്ണി പറഞ്ഞുകൊണ്ടാണ്. അതായത് കോടതിക്ക് ഇക്കാര്യത്തിലുള്ള നിയമപരമായ എല്ലാ പ്രശ്നങ്ങളും കോടതിക്ക് ബോധ്യപ്പെട്ടു. പോലീസിന്റെ അന്വേഷണം, പിന്നീട് കോടതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കേസ് നടത്തിയത്, ഈ കേസ് നടത്തിയ സമയത്ത് കേസ് പരിഗണിച്ച വിചാരണ കോടതി ജഡ്ജി, പ്രത്യേക കോടതി പോക്സോ കോടതി ജഡ്ജിക്കുണ്ടായ ഈ തെളിവുകൾ വിശകലനം ചെയ്യുന്നതിലുണ്ടായ വീഴ്ച, ഈ തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും സമ്പൂർണ്ണ പരാജയമായ ഒരു കേസാണ്. ആ കേസാണ് ഇത് എന്ന വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസിൽ ഒരു പുനർവിചാരണയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തണമെന്ന നിലയിലേക്ക് ഈ ഉത്തരവെത്തുന്നതും കോടതി അക്കാര്യങ്ങൾ ഈ ഉത്തരവിന്റെ ഭാഗമായി വിശദമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം ആദ്യത്തെ അന്വേഷണം വെറുപ്പുളവാക്കുന്നു എന്നാണല്ലോ. ആ ഘട്ടത്തിൽ ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ വരിക. എന്തായാലും ഇതിൽ തുടരന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകും. തുടരന്വേഷണത്തിന് വേണ്ടി CRPC 173(8) പ്രകാരമായിരിക്കും അപേക്ഷ നൽകുക. ശരി, ബിനിലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഹൈക്കോടതി വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്.